ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടറുടെ ഒരു പുതിയ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഡോക്ടറെ ഇന്ന് കണ്ട ഒരു പോസ്റ്റിനകത്ത് ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്ററിൽ ഇറക്കിയൊരു പോസ്റ്റായിരുന്നു. ഇടിച്ച് മൂക്കാമണ്ട കറക്കും. ശരിക്കും ഇത് ഡോക്ടറുടെ ഡയലോഗാണ്. ഇടിച്ച് മൂക്കാമണ്ട പൊട്ടിക്കും. ഈ പറയുന്ന ഡോക്ടറുടെ ഡയലോഗ് കേരള പോലീസ് എടുത്ത് താങ്കളുടെ ഒരു പ്രോഗ്രാമിനായിട്ട് ഉപയോഗിക്കുകയാണ്. പുള്ളിയുടെ ദേഷ്യത്തിന് കാണിക്കുന്ന വേർഡിനെ പോലും അത് ലോകത്തുള്ള മുഴുവൻ ഹേറ്റേഴ്സും അത് ആഘോഷിച്ചുകൊണ്ട് നടക്കുമ്പം അത് കേരളത്തിലെ പോലീസ് തന്നെ എടുത്ത് അത് പോസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കും. ശരിക്കും അത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സ്വയം പ്രതിരോധ മുറ പഠിക്കുവാൻ വേണ്ടി കേരള പോലീസ് ഒരുക്കിയ ഒരു പദ്ധതിയായിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് ഡോക്ടർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ കാരണം അതൊന്നുമല്ല. ഞാനപ്പോൾ ആ പോസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിലുള്ള കമൻറ്റ് ബോക്സ് ഇങ്ങനെ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പല പോസ്റ്റുകളും കണ്ടും പല ഹേറ്റേഴ്സും അതിനകത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പോസ്റ്റ് മാത്രമേ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത് തോന്നി. ആ പോസ്റ്റ് നിങ്ങൾക്കായി പങ്കുവെക്കാം. അത് വായിക്കുകയും ചെയ്യുകയാണ്. കാരണം ആ പോസ്റ്റ് ഇതാണ്. അതായത് സുനിൽ പുത്തനാറ്റിൽ നിന്നാണ് പോസ്റ്റിൽ കിടക്കുന്ന ആളുടെ പേര്. അദ്ദേഹത്തിൻ്റെ മഹത്തായ വചനങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വന്ന് കേരള പോലീസ് വരെ ഊക്കി തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം വന്ന് കേരള പോലീസ് വരെ ഡോക്ടറെ എടുത്തിട്ട് കളിയാക്കാൻ തുടങ്ങി എന്നാണ് ഇദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളി എന്ന് ഡോക്ടർ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കാൻ ഇത്ര വിവരമില്ലായ്മ പറയുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഡോക്ടറെ ഈ അന്ധമായിട്ട് വെറുത്തിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാണ്. കേരള പോലീസ് ഡോക്ടറുടെ പേരിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇറക്കിയെന്ന് പറഞ്ഞപ്പം അത് ഡോക്ടറെ കളിയാക്കി എന്നാണ് പുള്ളി പറയുന്നത്. അതിനടിയിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവൻ്റെ തലയ്ക്കകത്ത് വിവരമുണ്ട്. എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഒരു ഇച്ചിരി അതായത് ഈ മഹാൻ പറയുന്നത് കേരള പോലീസ് ഇൻസ്റ്റാഗ്രാം പേജ് വല്ലതും ആണ് ചെന്ന് കമൻ്റ് എഴുതാൻ ഡോക്ടറെ കുറിച്ച്, അതോ ഫേസ്ബുക്ക് പേജോ? എന്താണ് ഈ മഹാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കില്ല. കമൻ്റ് എഴുതി ബോക്സ് നിറയ്ക്കാൻ വേണ്ടി കേരള പോലീസ് വേറെ ഒരു പണിയില്ലേ? ഡോക്ടറുടെ മൂക്കാമണ്ട ഇടച്ചു വരുത്തുമെന്നുള്ള ഡോക്ടറിൻ്റെ ഡയലോഗിനെ എടുത്ത് കോമഡി കാണിച്ചിട്ട് കേരള പോലീസിന് എന്ത് ചെയ്യാനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം വിവരമില്ലാടിയുടെ അങ്ങേയറ്റമാണ്. ഡോക്ടറെ ഇഷ്ടമല്ലായിരിക്കാം, അത് പലർക്കും പലവരെയും ഇഷ്ടമായിരിക്കും, ഇഷ്ടമല്ലായിരിക്കും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ മലയാളികൾക്ക് വിവരം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് തന്നെ ഒരു സംശയം. മലയാളികൾക്ക് വിവരം ഇത് ശരിക്കും ഹിന്ദിക്കാർക്കൊന്നും വായിക്കാൻ അറിയാത്തത് ഈ നാട്ടിൽ കിടക്കുന്ന എൻ്റെയൊക്കെ ഭാഗ്യം. ഇല്ലെങ്കിൽ വായിച്ചിട്ട് ചോദിച്ചാൽ നീയൊക്കെയാണോ പറയുന്നത് മലയാളികൾക്ക് വിവരം ഉണ്ടെന്ന്. ഞാൻ ഇനിയും കാണിക്കുന്ന വീഡിയോയിൽ ഡോക്ടറും ഒരു അമ്മയും കൂടെ നിൽക്കുന്നതാണ് ഉള്ളത്. ആ അമ്മയെ എനിക്ക് നേരത്തെ കണ്ട പരിചയമൊന്നുമില്ലെങ്കിലും ഒരു സംശയമുണ്ട്. അന്ന് ഡോക്ടർക്ക് ആരതിക്കും മോതിരം കൊടുത്ത അമ്മയാണോ അതെന്ന്. അറിയാവുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പിന്നീട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.